യാത്രാ സംഘം ഇപ്പോൾ അറഫയിലെ ജബലുർ റഹ്മയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രസംഗം നടത്തിയത്. അറഫ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതുപോലെ സ്ത്രീകൾ എങ്ങനെ പരിഗണിക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുണ്ടായി. ഹജ്ജിന്റെ ഹൃദയം എന്ന് പറയാം അറഫ. അൽ ഹജ്ജു അറഫ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അറഫ ദിനത്തിൽ ദുൽഹിജ്ജ 9 ഇവിടെ എല്ലാം ഹാജിമാരെ കൊണ്ട് നിറഞ്ഞു കവിയും. ഈ സമയങ്ങളിൽ ഹാജിമാർ പ്രാർത്ഥിക്കുകയാണ്, മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും സ്വർഗം ലഭിക്കുവാൻ, അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ആത്മാർത്ഥമായി മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിവിടെ കൊണ്ടെത്തിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കയറാനോ ഇവിടുത്തെ എന്തെങ്കിലും കല്ലോ മണ്ണോ എടുക്കുവാനോ അതിലൂടെ ബർക്കത്ത് നേരെ മറിച്ച് ഈ ചരിത്ര സ്ഥലം ഒന്ന് സന്ദർശിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും അവർ നടന്ന മണ്ണ്, അവർ സംസാരിച്ച സ്ഥലം, അവർ പ്രാർത്ഥിച്ച സ്ഥലം മാത്രമാണ് നമ്മളിവിടെ സന്ദർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി